ഒരാൾ കുറ്റവാളിയാണോ എന്നറിയാതെ കുറ്റം ചുമത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ അയാളെ വക്രീകരിച്ച് കാണിച്ച് വ്യക്തിഹത്യ നടത്തുന്നത് ഉചിതമല്ല എന്ന് വിനീതമായ ഒരഭിപ്രായം എനിക്ക് പറയാനുണ്ട്. ഇത് ഈ അടുത്ത കാലത്തായിട്ട് പൂജ, ജ്യോതിഷം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും പേരിൽ ഒരു നടപടി ഉണ്ടായാൽ ആ നടപടിക്ക് ഉപരിയായിട്ട് ജ്യോതിഷത്തെയും പൂജയെയും മറ്റും മ്ലേച്ഛമായി ചിത്രീകരിച്ച്, അന്ധവിശ്വാസമായി ചിത്രീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നൊരു സമ്പ്രദായം അടുത്ത കാലത്തായിട്ട് ഉള്ളതായി കാണും. അതിൽ വളരെയധികം ആവേശമുള്ളതായിട്ട് ചിലർക്ക് വളരെയധികം ആവേശമുള്ളതായിട്ട് കാണും. ഇത് ഒരു ശരിയായ കാര്യമല്ല. ഞാൻ ജ്യോതിഷ പ്രചാര സഭയുടെ തിരുവനന്തപുരം ജില്ലയുടെ രക്ഷാധികാരിയാണ്. എങ്കിലും സംഘടനയുടെ പേരിലല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ളതായ ദുഃഖം, സങ്കടം നിങ്ങളോട് പറയാൻ വേണ്ടി കൂടിയാണ്. അതായത് സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ് ജ്യോതിഷം, പൂജ, മന്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം. അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒരവകാശം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായത് എൻ്റെ പൂർവ്വപുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങൾ അനാവശ്യമായ ഇടപെടലോടുകൂടി അതിനെ വക്രീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ആ നടപടിയോട് എനിക്കുള്ള പ്രതിഷേധം ആദ്യം അറിയിക്കാം. പിന്നെ ഞാൻ 20-ാം വയസ്സിൽ നടത്തിയ ബിസിനസ്, അതാണിപ്പോൾ ചില ചാനലുകൾക്ക് മുഖ്യമായൊരു വിഷയം. ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനും അന്തസ്സായി ജീവിക്കുന്നതിന് ഒരു പ്രതിബന്ധവുമില്ല. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാനൊരു ബിസിനസ് ചെയ്തു. അതിനുശേഷം ജ്യോതിഷം പഠിച്ചു. അത് ശാസ്ത്രമാണ്. 7 വർഷം ഞാൻ പഠിച്ചു. അതിനുശേഷം ഭാരതീയ ജ്യോതിഷ പ്രചാര സഭ തിരുവനന്തപുരം, അവിടെയാണ് പഠിച്ചത്. 7 കൊല്ലം പഠിച്ചത് കൂടാതെ സ്തുത്യർഹമായ രീതിയിൽ അവിടുന്ന് നല്ല മാർക്കോടുകൂടി പാസ്സായി. ജ്യോതിഷ ഭൂഷണവും ജ്യോതിഷ ശിരോമണിയും. അതിനിടയിൽ പൂജാരത്നം സർട്ടിഫിക്കറ്റ് ഞാൻ നേടി. ഇതെല്ലാം എൻ്റെ നിരന്തരമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. എൻ്റെ ജീവിത വൃത്തിയോടൊപ്പം തന്നെ ഇതൊക്കെ പഠിക്കാനൊരു അവസരം ഉണ്ടായി. ഞാനത് പഠിച്ചു. പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാനത് പഠിപ്പിക്കുന്നു, ഒപ്പം കൈകാര്യം ചെയ്യുകയും ചെയ്യും. എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ ശാസ്ത്രം, എൻ്റെ ശബ്ദം പുറത്തു വരുന്നിടത്തോളം കാലം ഈ ശാസ്ത്രം പഠിപ്പിക്കാനായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് മാറ്റിവെക്കും. ആരെതിർത്താലും എന്ത് പ്രതിബന്ധമുണ്ടായാലും അതെൻ്റെ ജീവിതപ്രദമായിട്ട് ഞാൻ കണക്കാക്കാം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയമായും വ്യക്തിപരമായും എന്നോട് വൈരാഗ്യമുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച ചില ചാനലുകൾ, അവരിൽ നിന്ന് ചില എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ചില ബൈറ്റുകൾ എടുത്തു. അത് ചുമ്മാ അങ്ങ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തടസ്സവുമില്ലാതെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവരാലോചിക്കണം, ഞാനൊരു വ്യക്തിയല്ല, ഞാനൊരു ഗൃഹനാഥനാണ്. എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, അവരുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവരെ ഏതെല്ലാം തരത്തിൽ ഇത് ബാധിക്കുമെന്നുള്ളത് ചിന്തിക്കണം. എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ്. എൻ്റെ ഭാര്യ മരിച്ചു 4 വർഷം മുമ്പ്. 3 വർഷം ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ഒരു ജ്യോതിഷി ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയാം. അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതിൽ നിയമപരമായ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നാണ് മറ്റുള്ളവർ നോക്കേണ്ടത്. അത് നിയമജ്ഞർ നോക്കും. പരാതി ഉണ്ടെങ്കിൽ നോക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ ആരും മോശക്കാരല്ല. എല്ലാവരിലും അവരവരുടേതായ നന്മകളുണ്ട്. ഒരാൾ, ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോളൂ. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നിസ്സഹായയായി പരിത്യജിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ജീവിതം നൽകി എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്തതാണ് എൻ്റെ തെറ്റ്.
പിന്നെ വേറൊന്ന് ഒരു റിട്ടയർഡ് ജഡ്ജി, ഒരു റിട്ടയർഡ് DYSP എന്തൊക്കെയാണ് അവരുടെ യൂട്യൂബിലൂടെ ധനം നേടാൻ വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത് ഈ ശാസ്ത്രത്തെക്കുറിച്ച്. ഒരു വ്യക്തിക്കൊരു കുഴപ്പം, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കൂ, നിയമപരമായി ശിക്ഷിക്കൂ. പക്ഷേ ആ വ്യക്തി ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നനുസരിച്ച് ആ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണ്. കൊടുക്കുന്നുണ്ട്, ഞാൻ അതാ പറയുന്നത്, വരുന്നുണ്ട്. അടുത്തത് മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഒരു ഡോക്ടർ ചികിത്സയിൽ ഒരാൾ മരിച്ചു. നമ്മൾ അലോപ്പതി ചികിത്സയെ മൊത്തം ആക്ഷേപിക്കുമോ? അതുപോലെ ഒരു ഡ്രൈവറെ അപകടത്തിൽപ്പെടുത്തി, ആ ഡ്രൈവിംഗ് പരിശീലനത്തെ മൊത്തം നിഷേധിക്കുമോ നിങ്ങൾ? ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റിൽ ഏർപ്പെട്ടാൽ ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കാം, ആ വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. മറിച്ച് ആ വ്യക്തി വ്യാപരിക്കുന്ന മേഖല, അത് ശാസ്ത്ര വിഷയമാകാം അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയമാകാം, ആ വിഷയത്തെ മൊത്തം മ്ലേച്ഛമായി ചിത്രീകരിക്കുന്ന ആ പ്രവണത അത് നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒന്ന് പറഞ്ഞു തീർന്നട്ടെ. തീർന്നു. അതുപോലെ ഞങ്ങൾ ജ്യോതിഷികൾ അസംഘടിതരാണെന്ന് വിചാരിച്ച് ഈ ജ്യോതിഷത്തെയൊക്കെ അങ്ങ് തീർത്ത് കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. കാരണം കൂടി പറയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇവിടെ വന്ന വിദേശികൾ, ഇവിടെ അടച്ചു ഭരിച്ചിരുന്ന മുഗളന്മാര്, ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാര്, സ്വാതന്ത്ര്യ അനന്തരകാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന രാഷ്ട്രീയക്കാര്, മോദി സർക്കാർ ഒഴികെ എല്ലാവരും ഈ ശാസ്ത്രത്തെ കൊന്നു കുഴിച്ചു മൂടാമെന്ന് ധരിച്ചിട്ടുള്ള ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. എന്നിട്ടും ഈ ശാസ്ത്രം ഇന്ന് നിലനിൽക്കുന്നത് ഇത് സനാതന ധർമ്മത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം പ്രത്യേകമായി അറിയിക്കുകയാണ്. നിങ്ങൾ എനിക്കെതിരെ ഇതുവരെ ചെയ്തതെല്ലാം ഞാൻ പറഞ്ഞോട്ടെ ഏതാ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു തീർന്നിട്ട്, ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞു തീർന്നിട്ട് തുടങ്ങാം. നിങ്ങളുടെ ഏത് കാര്യത്തിന് ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം വിനീതമായി അപേക്ഷിക്കുകയാണ്. അതായത് നിങ്ങൾ എനിക്കെതിരെ ഇതുവരെ വ്യക്തിഹത്യ നടത്തി, ഞാനതിൽ ഒന്നും പറയുന്നില്ല. പോലീസിൽ നിന്ന് ഞാനിതിൽ കുറ്റക്കാരനല്ല എന്ന് അറിയിപ്പ് കിട്ടിയിട്ട് പോലും ചില മാധ്യമങ്ങൾ എനിക്കെതിരെ വേട്ട തുടരുകയാണ്. ഇന്ന് ഈ പത്രസമ്മേളനത്തിന് ശേഷം ആരെങ്കിലും ആ വ്യക്തിഹത്യ തുടർന്നാൽ സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. അതിനുള്ള വ്യവസ്ഥ, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് 2024 ഫെബ്രുവരിയിൽ ഇവിടുത്തെ സംസ്ഥാന പോലീസ് അധികാരി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കേസുകളും വസ്തു സംബന്ധമായ കേസുകളും സ്റ്റേഷനുകളിൽ സ്വീകരിക്കാൻ പാടില്ല. അത് കോടതിയിൽ തെളിവ് സഹിതം സമർപ്പിച്ച് കേസ് ഫയൽ ചെയ്യണമെന്ന് ഇത് ബാലരാമപുരം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വലിയ ബോർഡിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വീട്ടിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന എന്നെ ഒരു ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട്, SI വന്നിട്ട് എൻ്റെ അടുത്ത്, അദ്ദേഹം മഫ്തിയിലാണ് വന്നത്, എൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞു, നിങ്ങളെ ഒന്ന് ബാലരാമപുരം സ്റ്റേഷനിൽ വരെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ പൂജ തീർത്തിട്ട് വന്നാൽ പോരെ, ഇത് തീരുമ്പോൾ മൃത്യുജോമം കഴിയുമ്പോൾ 1 മണിയാവും, ഞാൻ അപ്പോഴും വന്നാൽ മതിയെങ്കിൽ അപ്പോഴും വരാം, അല്ല ഇപ്പോഴും വരണം ഇപ്പോൾ വരാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, സാക്ഷികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് മതി, 1 മണിക്ക് വന്നാൽ മതി, 1 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് പോയ പോലീസുകാരൻ ഒരു സംഘം പോലീസുകാരുമായിട്ട് വന്നിട്ട് എന്നെ അബ്യൂസ് ചെയ്യുകയും ബലാത്കാരമായി ആ പൂജയുടെ വേളയിൽ, പൂജയുടെ സാധന സമിത്തുക്കളിൽ വെച്ച് എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഹിന്ദുവിൻ്റെ നേരെ എന്ത് ആകാം, അതിൽ കുഴപ്പമില്ല, പോലീസ് അവരുടെ നിയമ നടപടി സ്വീകരിക്കട്ടെ, ഞാൻ തെറ്റ് ആണെങ്കിൽ അതിൽ തെറ്റില്ല. എന്നിട്ട് എന്നെ കൊണ്ടുപോയി മാധ്യമങ്ങളെല്ലാം വിളിച്ച് സ്റ്റേഷന്റെ നടയിൽ നിർത്തി. ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്നെ അതുവരെ പോലീസ് ഉണ്ടായിരുന്നതാണ്, അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ജ്യോതിഷി അറസ്റ്റിൽ, ശംഖുമോഹൻ ദേവിദാസൻ അറസ്റ്റിൽ. ഞാൻ തെളിവ് ഇപ്പോൾ തരാൻ പിന്നെന്താ തെളിവ് തരാം? എനിക്കിപ്പോ അതൊന്നും എടുത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവരണ ഇതൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ എനിക്കെതിരെ നടപടി. അല്ലെങ്കിൽ അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ,
ഞാനൊന്ന് പറഞ്ഞതാണ്. എന്നിട്ട് തൊട്ടടുത്ത ദിവസം, അതിന്റെ അടുത്ത ദിവസം രാവിലെ 6 മണി മുതൽ ഈ ചാനലുകാരെല്ലാം, ആ വാർത്ത കൊടുത്ത ചാനലുകാരെല്ലാം എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പ്രതികരണം എടുക്കാൻ തന്നെയാണ് വന്നത്. എൻ്റെ പ്രതികരണം എടുക്കാൻ തന്നെയാണ് വന്നത്. അവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. എന്നിട്ട് അവർ പോയി. ഇപ്പോഴും വ്യക്തിഹത്യ തുടരുകയാണ് ചില ചാനലുകൾ. അത് ശരിയല്ലെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ആരുടെയും വായ മൂടിക്കെട്ടാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ നിയമ നടപടി സ്വീകരിക്കാൻ, ഞാൻ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കും. അതിലേക്ക് എന്നെ വലിച്ചിഴക്കരുത് എന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എൻ്റെ വിജ്ഞാനത്തെ പരിശോധിക്കാൻ വന്നതാണോ, അതോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നതാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ സമയത്ത് സംസാരിക്കാൻ ഇതുള്ളൂ. എൻ്റെ വിജ്ഞാനത്തെയും എൻ്റെ പ്രായോഗികതയും നിങ്ങൾ പരീക്ഷിക്കേണ്ടതില്ല. അത് വേറെ വേദിയുണ്ട്. നിങ്ങൾ ഒരു വേദി ഒരുക്കൂ, ഞാൻ വരാം. ഗ്രഹദൃഗ് യോഗ ജീവികാദിഫലം, എല്ലാ ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയും യോഗവും കൊണ്ടുണ്ടാകുന്ന ഫലം സ്വദശാന്തർദശായാം ദദാതി, ഓരോ ദശയിലും അപകാരങ്ങൾ ഉണ്ടാകുന്നു. ഈ ഫലങ്ങളെ മനുഷ്യർക്കുണ്ടാകുന്ന അനുഭൂതിപ്രദം ശാസ്ത്രം ജ്യോതിഷം ദിവ്യം ഉത്തമം, ഇത് പറഞ്ഞത് ബോംബെയിൽ ജീവിച്ചിരുന്ന മഹാദേവ പണ്ഡിതർ. അദ്ദേഹത്തിന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ജാതക തത്വത്തിൽ പറഞ്ഞതാണ്. എന്താണ്? നിങ്ങൾക്ക് ആക്ഷേപിച്ചിരിക്കാം, നിങ്ങൾക്ക് ചിരിക്കാം, ആക്ഷേപിക്കാം. പക്ഷേ എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. അതായത് അനുഭൂതിപ്രദം ശാസ്ത്രം ജ്യോതിഷം ദിവ്യം ഉത്തമം, ഇതാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ പറയാമനിയാ, എനിക്ക് പറയാനൊരു അവസരം തരുമനിയാ. അല്ല, നിങ്ങൾ എനിക്കൊരു അവസരം തരൂ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ? അതായത് ഞാൻ പറഞ്ഞത് മോദി വന്നതിന് ശേഷമാണ് അക്കാഡമിക് തലത്തിൽ ഈ ശാസ്ത്രം പഠിപ്പിക്കുവാനുള്ള തീരുമാനമുണ്ടായതും അത് നടപ്പിലാക്കിയതും. എത്ര യൂണിവേഴ്സിറ്റികളില്? അയ്യോ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയില് ജ്യോതിഷം ഒരു വിഷയമാണ്. പിന്നെ എന്തിനാ നിങ്ങൾ അത് പറയാം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പരാതി ഉണ്ട് നിങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞു. ആ പരാതിയിൽ ഒന്ന്, ഈ കുട്ടി തലമുണ്ഡനം ചെയ്തത് എൻ്റെ പ്രേരണയാലാണ്. തലമുണ്ഡനം ചെയ്യുന്നത് ഒരു പരിഹാരവുമായിട്ട് ഞാൻ നാളിതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല. തലമുണ്ഡനം ചെയ്യുന്നത് ഒരു പരിഹാരമായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്തത് 36 ലക്ഷം രൂപ വിവിധ സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ സ്ത്രീയിൽ നിന്നും വസ്തു വാങ്ങിക്കൊടുക്കാമെന്നും വാഹനം വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞു വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വസ്തുവിൻ്റെ ബ്രോക്കറല്ല, വാഹനത്തിൻ്റെ ബ്രോക്കറല്ല. സാർ ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇതൊന്നും എൻ്റെ പണിയല്ല. ആ രൂപത്തിൽ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇനി വിവിധ ഘട്ടങ്ങളിലാണ് ഈ പൈസ വാങ്ങിയത് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാകണമല്ലോ. ഒന്നുകിൽ ആ കുട്ടി എന്നോട് ഫോണിൽ സംസാരിച്ചത് കാണണം, അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശം അയച്ചത് കാണണം, ഞാൻ അവർക്ക് വാട്സപ്പ് സന്ദേശം അയച്ചത് കാണണം. എൻ്റെ 2 ഫോണും ഞാൻ അവിടെ ഏൽപ്പിച്ചു. സാർ ഇതിൽ നോക്കണം. എന്തെങ്കിലും ഒരു സന്ദേശം ഞാൻ അവർക്ക് അയക്കുകയോ അവരെനിക്ക് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ നടപടിയെടുത്തോളൂ. അതല്ല, ഈ പണം ഞാൻ വാങ്ങി എന്നതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ സാർ നടപടിയെടുത്തോളൂ. എനിക്കൊന്നും ഒളിക്കാനില്ല. ഞാൻ ഒരു പൈസ പോലും അങ്ങനെ ആരുടെയും വാങ്ങിച്ചിട്ടില്ല. അത് അവരെ ബോധ്യപ്പെടുത്തി. മൂന്നാമത്തെ ഒരെണ്ണം കൂടെ കൊണ്ടേ. പിന്നെ അടുത്ത് പറഞ്ഞത്, ഞാൻ അവരെ ഫോണിൽ പലവട്ടം ഭീഷണിപ്പെടുത്തി. മൂന്നാമത്തെ ഇതാണ് ആരോപണം. അപ്പം ഞാൻ പറഞ്ഞു, ഫോണിലൂടെയല്ലേ ഭീഷണിപ്പെടുത്തിയത്, ഇത് പരിശോധിച്ചാൽ സാറിന് വെളിവാകും. അങ്ങനെ ഏതെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ സാർ അത് നോക്കണം. ഇത് പറഞ്ഞു. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ആ ഫോൺ അവിടെ ഏൽപ്പിച്ചു. അവർ പരിശോധിച്ചു. ആ പരിശോധിച്ചതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർ അത് തന്നില്ല. ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഈ സ്ത്രീയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, വ്യക്തിപരമായി ഒരു ബന്ധവുമില്ല. അവരാകെ ഒരിക്കലാണ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അവരുടെ രണ്ടാമത്തെ ഈ മാസം തോറും ഈ പയ്യൻ, ഈ ഹരികുമാർ വീട്ടിൽ നിന്ന സമയത്ത് 3 വർഷം മുമ്പ് മാസം തോറും ഈ പയ്യൻ്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഈ തള്ളയും ഈ പറഞ്ഞ സ്ത്രീയുമായിട്ട് വരും. ഹരിയുടെ തള്ളയും ഈ സഹോദരിയുമായിട്ട് വരുമായിരുന്നു. മാസത്തിലൊരിക്കൽ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു.
അത് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു 3-4 മാസമാണ് വന്നിട്ടുള്ളത്. അവർ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നിൻ്റെ പൈസ ഇവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയാൽ നാളെ നിനക്ക് എന്ത് ചെയ്യും, അതുകൊണ്ട് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ചിട്ട് നിന്നെ ബാങ്കിലിടാം എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ടാക്സി ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവനെ കൊണ്ട് ആ 10,000 രൂപ അവിടെ ഞാൻ ഇടിയിച്ചു. ആ പാസ്ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, വേറൊന്നുമില്ല. പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ദിവസം സാധാരണയായിട്ട് എന്നെ കാണാൻ വരുന്നവർ എന്നെ ഫോൺ ചെയ്തിട്ടാണ് വരിക. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇവർ 2 പേര് കയറി വരുന്നു. ഈ ശ്രീതുവും അല്ലേ, ആ ശ്രീതുവും ഒരു പുരുഷനുണ്ട്. എൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഞാൻ 2ാമത് കല്യാണം കഴിച്ചു, ഇതാണ് പയ്യൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നേരത്തെ വിവാഹ മോചനം നടത്തിയോ? ഇല്ല, ഞങ്ങൾ 2 പേരും ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ജോലിയുള്ളവരാണ്. ഇത് ഒരു കരിക്കാൻ ക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു, സംസാരിച്ചു, പോയി. ഇതിനപ്പുറം ഒന്നുമില്ല. പിന്നെ വേറൊരു സങ്കടകരമായ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു ചാനലിൽ വന്നത്, എൻ്റെ വീട്ടിൽ നിന്നും ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടു പാതിരാത്രി. ഇതൊക്കെ പറയാൻ കൊള്ളും, മഹാഭാവം ഉണ്ടാവില്ലേ? മനസ്സറിയാത്ത ഈ ദുഃഖം, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മനസ്സിൻ്റെ ദുഃഖം അത് തിരിച്ചടിക്കും. എവരി റിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഏതെങ്കിലും ഘട്ടത്തിൽ എന്നെ ഈ മനോവേദന ചെയ്തവർ, അതിൻ്റെ ഒരു റിയാക്ഷൻ, എൻ്റെ മനസ്സിൻ്റെ ആ റിയാക്ഷൻ തീർച്ചയായിട്ടും അത് ആരുടെയായാലും, എന്നെന്നല്ല, നിരപരാധികളായ ആർക്കുണ്ടാകുന്ന ദുഃഖവും തിരിച്ചടിക്കും എന്നുള്ള കാര്യം സംശയം. ഇനി പറഞ്ഞോളൂ. അല്ല, ഈ പറഞ്ഞത് ന്യായമാണ്. ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ പേരിൽ 36 ലക്ഷം രൂപയുടെ പരാതി എങ്ങനെ കൊടുക്കും? എൻ്റെ അടുത്ത് SP ചോദിച്ചതാണ്. അതെങ്ങനെ കൊടുക്കും? അത് നോക്കി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ തട്ടാനുള്ള ഒരു ശ്രമമായിരുന്നോ? കാരണം അപമാന ഭീതിയിൽ ചിലർക്ക് പൈസ കൊടുത്തു പോലെ. ഞാനങ്ങനെയൊന്നുമില്ല. എനിക്ക് അപമാനമൊന്നും ഉണ്ടാക്കത്തക്ക രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അത് ആയിരിക്കാം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് കാരണം എന്ന് എനിക്കിപ്പോഴും പിടിയില്ല ഇങ്ങനെ കൊടുക്കാൻ. അതിൽ ഒരു തരിമ്പ് പോലും ആ പരാതിയിൽ സത്യമില്ല. അല്ല, അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പ്ലീസ് അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. നിങ്ങൾക്ക് അതെല്ലാം ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം മിച്ചം വന്ന ഒരു തുക 10,000 രൂപയുടെ പേരിൽ ബാങ്ക്, അതെല്ലാം എൻ്റെ അയാളോട് ആ പയ്യനോട് എനിക്കൊരു കാരുണ്യം ഉണ്ടാകാനുള്ള കാരണം കൂടി പറയാം. അയാൾ നന്നായി തിമില വായിക്കും. ഈ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നന്നായി തിമില വായിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചില സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇയാൾ നന്നായിട്ട് തിമില വായിക്കുന്നത് കേട്ടിട്ട് ആളുകൾക്ക് സന്തോഷമാണ്. അതൊക്കെ എഴുത്തും വായനയും ബുദ്ധിപരമായ വളർച്ചയൊന്നും ഇല്ലെങ്കിലും നന്നായി തിമില വായിക്കുമായിരുന്നു. ആ ഒരു കാരണമാണ് അയാളെ ഞാൻ എൻ്റെ കൂടെ നടത്തും. പിന്നെ അയാളുടെ സ്വഭാവത്തിൽ വൈകല്യം വന്നപ്പോൾ ഞാൻ അയാളെ വിട്ടു. ഇയാളുടെ സ്വഭാവം എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അയാളെ ഒഴിവാക്കി. ഇതാണ് വാസ്തവം. ഒരു കടലാസും ഒരു പേനയും ഉണ്ടെങ്കിൽ ആരെയും എങ്ങനെയും കൊടുക്കാമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും കൂടി നിങ്ങളോട് ഞാൻ പറയാം. ഇത് ശരിയല്ല. പോലീസുകാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാമായിരുന്നു. ചെയ്തില്ല. എന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു കള്ളനായിട്ട് ചിത്രീകരിച്ച് പോലീസ് പ്രവർത്തിച്ചു. ഇല്ല, അതവരുടെ എന്താണ്, അവർ നിയമപരമായ നടപടിയാണ്. ആ നടപടിക്രമത്തിനെതിരെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ നിയമത്തിന് വിധേയനായി ജീവിക്കുന്ന ആളാണ്. പോലീസ് എന്നെ വിളിച്ചാൽ ഞാൻ പോകണം. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞ് പോയിട്ട് വന്ന് അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഒരു കള്ളനെ പോലെ ഉന്തിത്തള്ളിക്കൊണ്ടുപോയത് മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ നിങ്ങൾ എന്തൊക്കെ പ്രസിദ്ധീകരിച്ചു, അതിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം എന്താ, എന്നെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു അതിൻ്റെ പേരിൽ. പക്ഷേ ഞാൻ എൻ്റെ ഈ കാര്യം, എൻ്റെ ഈ വിഷയം, എൻ്റെ നിരപരാധിത്വം ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് അറിയിക്കേണ്ടത്. അത് നിയമത്തിൻ്റെ മുമ്പിൽ അറിയിച്ചു. അവർ എന്നെ കുറ്റവിമുക്തനാക്കി. അടുത്ത് എന്നെക്കുറിച്ച് കൂടുതൽ വക്രീകരിച്ച് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഇതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു മാധ്യമ ഒരു പ്രസ് മീറ്റിംഗ് വെക്കണമെന്ന് തോന്നിയത്. സംഘടനയെപ്പറ്റി സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്.
അതുകൊണ്ടാണ് ഞാൻ വ്യക്തിപരമായി ഇതിൽ പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് എനിക്കൊരു തർക്കവുമില്ല, ഇതുവരെ ഒരു തർക്കവുമില്ല. കാരണം നിങ്ങളുടെ ധർമ്മമാണ് എന്താണ് കിട്ടുന്ന വാർത്ത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. പക്ഷേ ആ വാർത്ത എത്തിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു എത്തിക്സ് നോക്കണം. അതിനകത്ത് സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.